ഇതൊക്കെ ഉപ്പൻ്റെ പഴയ പങ്കായാണ്. അപ്പോൾ ഓടിക്കും. ഉപ്പൻ പങ്കായ എടുത്ത് അപ്പോൾ അടിക്കും. ആ നല്ല പഴക്കമുള്ള പങ്കയാണെന്ന് തോന്നുന്നല്ലേ? മുഖം കണ്ടിട്ട് ഇവിടെ നല്ല പരിചയം ഉണ്ടല്ലോ. താടി ഒന്നുകൊണ്ട് അറിയാൻ വേണ. നമുക്ക് ആപ്പസ് പിടിച്ചല്ലേ? പേരെന്തിനാണ്? യേശു. എന്നെ മനസ്സിലായ? ഉണ്ണി. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അത് മനസ്സിലാവുന്നില്ല. എന്തിനാണ്? എന്തിനാണ്? ജിപ്സ് എന്നിട്ട് അങ്ങോട്ട് പിടി ഇടുന്നില്ല, അങ്ങോട്ട് കത്തുന്നില്ല. എന്നാ മനസ്സിലായ? ആരാണ്? പറ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? മറന്നു കേട്ടാ, ക്ഷമിക്കണം. നമ്മള് മനേഷിനെ അറിയാം. നമ്മളെ കൂടെ പഠിച്ചാണ്. ഇപ്പൊ എൻ്റെ പേര് പറ. എൻ്റെ പേര് പറ. ഉണ്ണി രജീഷ്. എന്തിനു പറയാ, നമ്മളെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഞാൻ മറന്നു കേട്ടോ, ക്ഷമിക്കണം കേട്ടാ. 8 വരെ ഉള്ളായിരുന്നു. 8 വരെ ഉള്ളായിരുന്നു. 8 വരെ ഉള്ളായിരുന്നു. പ്രവീണിന്റെ കൂടെ ഒക്കെ. 8 വരെ ഉള്ളായിരുന്നു. എല്ലാരും കൂട്ടുകാരെ ഉള്ള മക്കളാ. പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാരും കൂട്ടുകാരാണ്. പക്ഷേ നമ്മൾ മറന്നുപോയി. എവിടെയാണ് നീ ഇപ്പോ? ഇവിടെ തന്നെ. എന്ത് പാടി? പെയിന്റിങ് വർക്ക് തന്നെ. ശരി. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട, കുഴപ്പമില്ലല്ലോ. റെക്കോർഡിങ്. എൻ്റെ പേര് മറന്നു, കൂട്ടുകാരനാണെന്ന് പറയുന്നത്. പക്ഷെ ആളിനെ എനിക്ക് മുഖം ഓർമ്മയുണ്ട്, പിടുത്തം കിട്ടുന്നില്ല. ക്ഷമിക്കണം കേട്ടോ. കേട്ടാ കേട്ടാ. ഇപ്പം നമ്മളെ ഇവിടെ വന്നപ്പോൾ കടത്തിൽ ആളിനെ കണ്ടോ. എനിക്ക് താടി വെച്ചപ്പോൾ ആളിനെ അറിയാൻ വയ്യ. നമ്മളെ കൂട്ടുകാരാണെന്ന് പറയുന്നത് അല്ലേ? ഓണമായിട്ട് എന്തൊക്കെ പരിപാടി? ഇല്ല, നമ്മള് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ഈ മുഖം ഓർമ്മയുണ്ട്, പക്ഷെ എങ്ങനെയാണ് പിടുത്തില്ല. മരിക്കുമ്പോഴാണെങ്കിലും ഓർമ്മ വന്നാൽ മതിയാണ്. നോക്കടാ. ഓക്കെ, നമ്മൾ വീഡിയോ ഇതിലൊക്കെ ഇടും കേട്ടോ, യൂട്യൂബിലൊക്കെ ഇടും. അതൊക്കെ വിഷമമൊന്നുമില്ലല്ലേ? നമ്മൾ വീഡിയോ കാണാറുണ്ടോ? കാണാറില്ല. ചാനൽ കാണാറുണ്ടോ? അപ്പോൾ ശരി, അപ്പോൾ പോയിട്ടാ. ഇപ്പോൾ ഇവിടെ താമസം ഇവിടെ തന്നെയല്ലേ? ചാനലിൻ്റെ പേരെന്താ? ചോദിച്ചിട്ടില്ലേ? മൊബൈലുണ്ടോ? അപ്പോൾ മൊബൈൽ അവൻ പറഞ്ഞുതരാം, കാണിച്ചോളൂ. വെറുതെ ഇവിടെ നമ്മൾ ഓണായിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. വാസു പറ്റിയാ? എനിക്ക് വയ്യ, പനി അടിച്ച് ആകെ അശലായി. എന്നാലും ചെറിയ അസ്വസ്ഥത ഉണ്ട്. എന്താണ്, ശരീരമൊക്കെ കിടുകിട പറയിലും. അതിൽ ഒരു ദിവസം വയ്യ, കിടപ്പിലായി. എന്നിട്ടിപ്പം ഉച്ചയ്ക്ക് ശേഷം കുളിച്ച് റെഡിയായി ഇറങ്ങി. വസു ഭയങ്കര പരിഭവം പറച്ചിലായിരുന്നു, എങ്ങും കൊണ്ടുപോയില്ല. അപ്പം ഞാൻ എൻ്റെ പഴയ സൈക്കിളും എടുത്ത് എന്താണ് ഞാൻ വസുവിൻ്റെ സൈക്കിളും എടുത്തിട്ട് നമ്മളിവിടെ വന്ന് നമ്മുടെ സ്വന്തം കാപ്പിൽ കടത്തില്ലേ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സൈക്കിൾ ചവിട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടി ഇന്ന് ഇവിടെ എത്തി. ഈ കടത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലേറ്റിൽ പോകുന്ന കടത്താണ്. ആ കാണുന്നുണ്ടാ, നമ്മൾ നെല്ലേറ്റിൽ കടത്ത്, അവിടെ പോകുന്ന കടത്താണ്. വള്ളം വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു 5:30 തിരിച്ച് പോകുന്നു. പെൺകുട്ടി സൈക്ലിംഗ് അഡ്വഞ്ചർ പാർക്കാണ്. ഇനി സ്ഥിരം എനിക്ക് സൈക്ലിംഗ് ചവിട്ടണം, അത് ഭയങ്കര ആഗ്രഹമാണ്. സൈക്ലിംഗ് ഇനി ആഴ്ചയിൽ ഒരു ദിവസം സൈക്ലിംഗ് ചവിട്ടണം, സൈക്ലിംഗ് ചെയ്യണം. സൈക്ലിംഗ് ചെയ്യണം. ശനി ഞായർ ദിവസങ്ങളിൽ ഇനി സൈക്കിളിൽ യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അത് നിറവേറ്റണം. ഒരു പുതിയ സൈക്കിൾ മേടിക്കണം. അതൊക്കെ നമ്മൾ ആഗ്രഹങ്ങളല്ലേ? എന്നാലും നമ്മൾ ഓണം പൊളിഞ്ഞു പോയല്ലോ മക്കളെ. നമ്മൾ ഓണം പൊളിഞ്ഞല്ലേ? എനിക്ക് നെല്ലേറ്റ് കടത്തിൻ്റെ ബോട്ട് ചട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിടന്നു. ബാക്കിയെല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ വള്ള സർവീസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ ഉണ്ടാണ് അപ്പുറത്ത് കടത്ത് നമുക്ക് കാണുന്നുണ്ട്. അത് ആളുകൾ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ ക്യാമറ സൂം ചെയ്യാൻ പറ്റില്ല, നമ്മൾ പാവപ്പെട്ട ക്യാമറയാണേ, അതുകൊണ്ടായിരിക്കും. അപ്പം തിരിച്ച് വീട്ടിൽ പോവാം. വള്ളമൊക്കെ കിടപ്പുണ്ട്, 3-4 വള്ളം. ശരി, പൂതക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വകയായിട്ടാണ് വള്ള സർവീസ് നടത്തുന്നത്. കാപ്പിൽ കടവ് ബോട്ട് ചട്ടി, ഉൾനാടൻ ഗതാഗത വകുപ്പ്. പൂതക്കുളം പഞ്ചായത്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഈ വള്ളക്കാർക്ക്. ഓക്കെ.
അപ്പോൾ തിരിച്ചു പോവാം. പോവാം, കാണാം. പോട്ടെ. ക്യാമറ എടാ പോവാം. നമ്മൾ തിരിച്ചു പോവുകയാണ് മക്കളെ, തിരിച്ചു പോകണം മക്കളെ. അപ്പോഴേ വിളി വന്നിട്ടുണ്ടാ, 10 മിനിറ്റ് ആയാലും വീട്ടിൽ തന്നെ അപ്പോഴേ വിളി വന്നു. അല്ല ബസ് അയ്യോ അടിച്ച് ഇതുവഴി ഇങ്ങോട്ട് അസോ അപ്പോൾ അടിച്ച് മറിച്ചോളല്ലേ. ഇപ്പോൾ ഓണം തീർന്നാ? പശു കുത്തുവന്നേ, പശു നോക്ക് പതുക്കെ പോട്ട്, സൈഡിൽ പോട്ട്. അവൻ ചെയ്യില്ല, നടന്നു വന്ന് വീഴരുത്. അവിടെ ഹമ്പുണ്ടോ, മറിഞ്ഞ് വീഴരുതേ. പതുക്കെ 2 ബ്രേക്ക് പിടിച്ചോ. ബസ് വീഴരുത്, സമാധാനം. ഓക്കെ ആ ഇന്നല്ല അപ്പോട്ടെ. വീണ്ടും നമ്മുടെ സ്വന്തം കാപ്പ് സ്കൂളിലെത്തിയിരിക്കുകയാണ്. വസക്കുട്ടാൻ അവിടെ ഇറക്കം, ബ്രേക്ക് ഉമ്മ പറഞ്ഞേക്കുള്ളൂ കേട്ടോ. എന്താ സ്പീഡൊന്നും കൈകൾ പോണേ.